മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതർക്കായി കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാത്തതിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഏറ്റെടുത്ത ഭൂമിയിലെത്തി കുടിൽ കെട്ടിയായിരുന്നു പ്രതിഷേധം. കോൺഗ്രസ് നിരന്തരം നുണകൾ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് സിപിഐഎം ജില്ലാ നേതൃത്വം ആരോപിച്ചു. കോൺഗ്രസിന്റെ സ്ഥലത്ത് കുടിൽകെട്ടി സമരം നടത്തിയാൽ അടിച്ചോടിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഭീഷണി. രാവിലെ 10:30യോടെയാണ് ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാനായി കോൺഗ്രസ് ഏറ്റെടുത്ത മേപ്പാടി കുന്നമ്പറ്റയിലെ സ്ഥലത്തിനു മുന്നിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുടിൽകെട്ടി സമരം സംഘടിപ്പിച്ചത്. വാഗ്ദാനം നൽകി കോൺഗ്രസ് ദുരന്തബാധിതരെ വഞ്ചിക്കുകയാണെന്നും നിർമ്മാണം തുടങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പച്ചക്കള്ളമാണെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു. പ്രതിപക്ഷ നേതാവല്ലേ, അദ്ദേഹം കേരളത്തിൽ പറയുന്നതെല്ലാം നുണകളാണ് എന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നില്ലേ? ഈ വയനാട്ടിൽ ഈ ദുരന്തബാധിതരെ മുൻനിർത്തി പണം പിരിച്ച് മുക്കിയ, ഈ ദുരന്തത്തെ സുവർണാവസരമായി കണ്ട ഈ കോൺഗ്രസ് ഇന്ന് കേരളത്തിലുടനീളം പ്രചരണ പ്രവർത്തനങ്ങൾ, വാഗ്ദാനങ്ങൾ നൽകി പോവുകയാണ്. ആ കോൺഗ്രസിനെ തുറന്നു കാണിക്കാൻ ഇവിടെ കുടിൽ കെട്ടി സമരം നടത്താൻ പോവാണ് ഡിവൈഎഫ്. വീട് നിർമ്മാണത്തിന് അനുമതി തേടി പഞ്ചായത്തിൽ ഒരപേക്ഷ പോലും കോൺഗ്രസ് നൽകിയിട്ടില്ലെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ റഫീഖ് പറഞ്ഞു. വിവരാവകാശ രേഖ തെളിവായി ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. മാർച്ച് 19 ലഭിച്ച വിവരാവകാശ പ്രകാരമുള്ള റിപ്പോർട്ടാണ്. ഇത് പ്രകാരം യാതൊരുവിധ അപേക്ഷയും പഞ്ചായത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ലഭിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നിർമ്മിക്കാൻ വേണ്ടിയല്ല ഇവർ തറക്കല്ലിട്ടത് എന്നതാണ്. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ് അന്ന് തറക്കല്ലിട്ടത് എന്ന് മനസ്സിലാവുകയാണ്. കോൺഗ്രസിന്റെ സ്ഥലത്ത് ഡിവൈഎഫ്ഐ കുടിൽ കെട്ടി സമരം നടത്തിയാൽ അടിച്ചോടിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഭീഷണി. അടിച്ചോടിക്കണം, ഞങ്ങളുടെ സ്ഥലമാണ്. നമ്മുടെ വീടിന്റെ അകത്ത് വന്ന്, നിങ്ങളുടെ വീടിന്റെ അകത്ത് വന്നിട്ട് ആരെങ്കിലും കുടിൽ കെട്ടി സമരം ചെയ്യുമെന്ന് പറഞ്ഞാൽ അടിച്ചോടിക്കൂലേ? ഞങ്ങൾ മേടിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് വന്ന് കുടിലുകെട്ടി സമരം ചെയ്ത അവിടെ അടിച്ചോടി. ഡിവൈഎഫ്ഐ പ്രതിഷേധം സമരാഭാസമെന്നും ഭവന നിർമ്മാണ പദ്ധതി വൈകുന്നത് സാങ്കേതികമായ തടസ്സം കൊണ്ടാണെന്നും വയനാട് DCC പ്രസിഡന്റ് TJ ഐസക് പറഞ്ഞു. ഈ ഉദ്ഘാടനം നടത്തിയപ്പോൾ അവിടെ താമസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. സ്വാഭാവികമായിട്ട് നമ്മളൊരു ഉദ്ഘാടനം നടത്തുമ്പോൾ എല്ലാം പൂർത്തീകരിച്ചിട്ടാ, എത്രയോ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സർക്കാർ പദ്ധതികൾ, പാർട്ടിയുടെ പരിപാടികൾ, അപ്പോൾ പഞ്ചായത്തിൽ നമ്മൾ പെർമിറ്റ് കൊടുത്ത് അതിന് നടപടികളായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. അതിന് സാങ്കേതികമായി ഉദ്ഘാടനം ചെയ്തത് പെർമിഷന് മുമ്പാണ് എന്നുള്ള ആ ചോദ്യത്തിന് ഞാനൊരു പ്രസക്തിയും കാണുന്നില്ല. കഴിഞ്ഞ ഫെബ്രുവരി 26-നാണ് കോൺഗ്രസ് ഏറ്റെടുത്ത കുന്നമ്പറ്റയിലെ 3.25 ഏക്കർ ഭൂമിയിൽ രാഹുൽ ഗാന്ധി വീടുകളുടെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. വയനാട് MP പ്രിയങ്ക ഗാന്ധിയും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ തറക്കല്ലിടൽ കഴിഞ്ഞ് 1 മാസം പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല. 100 പേർക്ക് വീട് നൽകുമെന്നും ഓഗസ്റ്റ് മാസത്തിനകം ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കി 50 വീടുകൾ കൈമാറുമെന്നുമായിരുന്നു വാഗ്ദാനം. ന്യൂസ് മലയാളം, വയനാട്.